ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഡിമാൻഡ് ഡിറ്റർമൈൻഡ് വ്യൂ ഓഫ് മണി സപ്ലൈ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഡിമാൻഡ് ഫോർ മണി എങ്ങനെയാണ് മണി സപ്ലൈ തീരുമാനിക്കുന്നു എന്നുള്ളത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. The demand determined view of the money supply. The demand determined view of the money supply process posits that the amount of money circulating in an economy is primarily driven by the demand for money rather than the supply imposed by central bank. അതായത് ഈ ഡിമാൻഡ് ഡിറ്റർമിൻഡ് വ്യൂ ഓഫ് മണി സപ്ലൈ പറയുന്നത്, അത് സങ്കല്പിക്കുന്നത് നമ്മുടെ സപ്ലൈ ഓഫ് മണി, അതായത് സെൻട്രൽ ബാങ്ക് സപ്ലൈ ചെയ്യുന്ന ആ മണിയേക്കാൾ ഉപരി ഡിമാൻഡാണ് എന്ത് തീരുമാനിക്കുന്നത്, മണി സപ്ലൈ തീരുമാനിക്കുന്നതാണ് ഇത് പോസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് പെർസ്പെക്റ്റീവ് കോൺട്രാക്ട്സ് വിത്ത് ദ സപ്ലൈ ഡിറ്റർമൈൻഡ് വ്യൂ. ഇത് ഇതിന് വിരുദ്ധമാണ്. നമ്മുടെ സപ്ലൈ ഡിറ്റർമൈൻഡ് വ്യൂവിന് നേരെ ഓപ്പോസിറ്റാണ് ഡിമാൻഡ് ഡിറ്റർമൈൻഡ് വ്യൂ എന്ന് പറയുന്നത്. വേർ ദ സെൻട്രൽ ബാങ്ക് ഈസ് സീൻ ആസ് ദ മെയിൻ എൻറ്റൈറ്റി കൺട്രോളിങ് ദ മണി സപ്ലൈ. അവിടെ ഈ സപ്ലൈ ഡിറ്റർമൈൻഡ് വ്യൂവിൽ സെൻട്രൽ ബാങ്കാണ് അതിൻ്റെ മണി സപ്ലൈ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമുക്കിൻ്റെ കീ പോയിൻറ്റ്സ് നോക്കാം. അതായത് കീ പോയിൻറ്റ്സ് ഓഫ് ദ ഡിമാൻഡ് ഡിറ്റർമൈൻഡ് വ്യൂ ഇൻക്ലൂഡ്. അതിൽ ഒന്നാമത്തെ വെച്ചാൽ എൻഡോജനസ് മണി സപ്ലൈ ആണ്. അതായത് എക്സോജനസ് അല്ല, എൻഡോജനസ്. അതായത് എക്കണോമിക്ക് ഉള്ളിൽ നിന്ന് തന്നെ, അതായത് ഇവിടെ നിന്ന് സ്വമേധയാ ഉണ്ടാകുന്ന ഒരു ഡിറ്റർമിനേഷനാണ്. അതായത് ഇൻ ദിസ് വ്യൂ മണി ഈസ് എൻഡോജനസ്. അതായത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് meaning it is created as a response to the needs of the economy. അതായത് എക്കണോമിയുടെ നീഡ്സ് അനുസരിച്ച് പണം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതായത് ഡിമാൻഡ് ഡിറ്റർമൈൻഡ് അല്ലേ, ഡിമാൻഡാണ് തീരുമാനിക്കുന്ന മണി സപ്ലൈ. എക്കണോമിയുടെ പണത്തിൻ്റെ ആവശ്യം അനുസരിച്ച് പണം നിശ്ചയിക്കപ്പെടുന്നു, അതായത് മണി സപ്ലൈ നിശ്ചയിക്കപ്പെടുന്നു. അപ്പോൾ ബാങ്ക്സ് എക്സ്റ്റെൻഡ് ലോൺസ് ടു മീറ്റ് ദ ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്. അപ്പോൾ ബാങ്ക് എന്ത് ചെയ്യുന്നു, ആൾക്കാരുടെ ഡിമാൻഡ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ഡിമാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ലോൺ കൊടുക്കുന്നു. ആൾക്കാർ ലോൺ എടുക്കാൻ വരുമ്പോൾ ലോൺ കൊടുക്കുന്നു. ആൻഡ് ദിസ് ലെൻഡിങ് ക്രിയേറ്റ്സ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഇങ്ങനെ ലോൺ കൊടുക്കുന്നത് അതൊരു അവരുടെ തന്നെ വേറൊരു അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടാണ് ആ ലോൺ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവർ മറ്റൊരു ഡെപ്പോസിറ്റ് ആയില്ലേ, ഈ ക്രെഡിറ്റ് ക്രിയേഷൻ പോലെ. അപ്പം വിച്ച് ഇൻ ടേൺ കോൺസ്റ്റിറ്റ്യൂട്ട് ദ മണി സപ്ലൈ. അത് വീണ്ടും മണി സപ്ലൈ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന ഘടകം എന്തിനാണ്, ഡിമാൻഡ്. അപ്പോൾ അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇപ്പം ദ സെൻട്രൽ ബാങ്ക് അക്കോമഡേറ്റ്സ് ദിസ് ഡിമാൻഡ് ബൈ പ്രൊവൈഡിങ് റിസർവ്സ് ആസ് നീഡഡ്. അപ്പം സെൻട്രൽ ബാങ്കിൻ്റെ ജോലി എന്തിനാണ്, അക്കോമഡേറ്റ്സ് ദിസ് ഡിമാൻഡ് ബൈ പ്രൊവൈഡിങ് റിസർവ് ആസ് നീഡഡ്. ആവശ്യത്തിനനുസരിച്ച് റിസർവ് പ്രൊവൈഡ് ചെയ്യുക. അപ്പം കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ എത്ര ലോൺ എത്ര എമൗണ്ട് റിസർവായിട്ട് വയ്ക്കണം, ബാക്കിയുള്ള എത്ര തുക ലോണായിട്ട് കൊടുക്കണം, ഇത് തീരുമാനിക്കുന്ന ജോലിയാണ് സെൻട്രൽ ബാങ്കിന് എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്ത കീ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് ഡ്രിവൺ മണി ക്രിയേഷൻ ആണ്. എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്രെഡിറ്റ് ക്രിയേഷനെ പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അത് ക്ലിക്ക് ചെയ്താൽ അത് കാണാവുന്നതാണ്. അപ്പം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്ലേ എ സെൻട്രൽ റോൾ ഇൻ ദ മണി ക്രിയേഷൻ പ്രോസസ്. നമുക്കറിയാം ക്രെഡിറ്റ് ക്രിയേഷൻ എന്താണെന്ന് നമുക്കറിയാം. അപ്പം വെൻ ബിസിനസ്സസ് ആൻഡ് കൺസ്യൂമേഴ്സ് സീക്ക് ലോൺസ്, അപ്പോൾ അവിടെയും ഒരു ഡിമാൻഡ് കിടക്കുന്നു. ബിസിനസ്സുകളോ കൺസ്യൂമേഴ്സോ ഡിമാൻഡ് ചെയ്യുമ്പോഴാണ് അവർ ക്രെഡിറ്റ് ക്രിയേഷനുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ ബാങ്ക്സ് ക്രിയേറ്റ് മണി ത്രൂ ദ ലെൻഡിങ് പ്രോസസ്. അപ്പം ഈ ലോൺ കൊടുത്തുകൊണ്ടാണ് അവർ മണി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദ ഡിമാൻഡ് ഫോർ ലോൺസ് ദസ് ഡിറ്റർമൈൻസ് ദ ഓവറോൾ മണി സപ്ലൈ. അതുകൊണ്ട് ഈ ഡിമാൻഡ് ഫോർ ലോണിന് വേണ്ടിയുള്ള ഡിമാൻഡ് ഈ മണി സപ്ലൈ മൊത്തത്തിൽ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്ന് ഈ തിയറി വാദിക്കുന്നു. അടുത്തെന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ആസ് എ ഫോളോ ഓവർ. അതായത് ഇവിടെ കണക്കാക്കുന്നത്, സെൻട്രൽ ബാങ്കിനെ കണക്കാക്കുന്ന ഒരു ഫോളോ ഓവർ ആയിട്ട് മാത്രമാണ്. അതെന്ത് നോക്കുക, അതായത് റാദർ ദാൻ ലീഡിങ് ദ മണി സപ്ലൈ പ്രോസസ്. അതായത് മണി സപ്ലൈ പ്രോസസ് ലീഡ് ചെയ്യുന്നതിന് പകരം കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ആ ലോണിനോടുള്ള അത് കസ്റ്റമേഴ്സ് ലോൺ ആവശ്യപ്പെടുമ്പോഴത്തേക്ക് അത് കൊടുക്കാനുള്ള ആ ഒരു പ്രോസസ്സിനെ ലീഡ് ചെയ്യുക മാത്രമാണ്, അതിനെ നയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതാണ് സെൻട്രൽ ബാങ്കിൻ്റെ റോൾ എന്നാണ് പറയുന്നത്. ഇപ്പം ദ സെൻട്രൽ ബാങ്ക് ഫോളോസ് ദ നീഡ്സ് ഓഫ് ദ ബാങ്കിങ് സിസ്റ്റം. ബാങ്കിൻ്റെ ആവശ്യങ്ങളെ ഫോളോ ചെയ്യുന്നു. ഓക്കെ, ഇറ്റ് എൻഷുവേഴ്സ് there are sufficient reserves to support the lending activities of commercial bank. അതെങ്ങനെയാണ്, ഇപ്പം കൊമേഴ്ഷ്യൽ ബാങ്കിന് ലെൻഡിങ് ആക്ടിവിറ്റീസ് നടത്തുന്നതിന്, ലോൺ കൊടുക്കുന്നതിന് വേണ്ടി ഇനഫ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടോ എന്ന് അവർ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അതായത് അത് ഉറപ്പുവരുത്തുന്നു. അത് എന്താണ്, നമ്മുടെ ബാങ്ക് റേറ്റ് സിസ്റ്റം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഓഫൺ ബൈ സെറ്റിംഗ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോറോയിങ് കോസ്റ്റ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് റേറ്റൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഇനഫ് ഫണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന ജോലി മാത്രമാണ് സെൻട്രൽ ബാങ്കിനെന്നാണ് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആസ് എ പോളിസി ടൂൾ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക് ഒരു പോളിസി ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് നോക്കാം. ദ സെൻട്രൽ ബാങ്ക് ഇൻഫ്ലുവൻസസ് ദ മണി സപ്ലൈ ഇൻഡയറക്ട്ലി. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടാണ് സെൻട്രൽ ബാങ്ക് ഈ മണി സപ്ലൈയെ സ്വാധീനിക്കുന്നത് ത്രൂ ഇൻട്രസ്റ്റ് റേറ്റ് പോളിസി. അതിലൂടെ പലിശ നിരക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്. ബൈ അഡ്ജസ്റ്റിംഗ് ദ പോളിസി റേറ്റ് ദ സെൻട്രൽ ബാങ്ക് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഡിമാൻഡ് ഫോർ ലോൺ. അതായത് ഇപ്പം ഒരുപാട് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ലോൺ എടുക്കുന്നത് കുറയ്ക്കത്തില്ലേ, ഒരുപാട് പലിശ അടയ്ക്കണമെന്ന് വെച്ചിട്ട്.
അപ്പോൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ആൾക്കാരുടെ ലെൻഡിങ്, അതായത് ലോൺ എടുക്കുന്നതിനുള്ള ഹാബിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഇവർക്ക് ആ ഡിമാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് സെൻട്രൽ ബാങ്കിൻ്റെ ജോലി എന്നാണ് പറയുന്നത്. അപ്പം ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ടിപ്പിക്കലി ബൂസ്റ്റ് ബോറോയിങ് ആൻഡ് മണി ക്രിയേഷൻ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ബോറോയിങ് എടുക്കാനുള്ള ആ ഒരു ബോറോയിങ് ടെൻഡൻസി, അതായത് ലോൺ എടുക്കാനുള്ള ടെൻഡൻസി കൂടുകയും കൂടുതൽ ലോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. വൈൽ ഹയർ റേറ്റ്സ് ടെൻ ടു ഡാംപൻ ഇറ്റ്, അതായത് ഉയർന്ന റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചാവുന്നു. ഇതാണ് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ഡിമാൻഡ് ഡിറ്റർമൈൻഡ് വ്യൂവിലെ പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് മണി ഡിമാൻഡ്. എക്കണോമിക് ആക്ടിവിറ്റിയും മണി ഡിമാൻഡും തമ്മിലുള്ള ആ ഒരു റിലേഷനാണ് ഇത് ഡിമാൻഡ് ഫോർ മണിയിലൂടെ മണി സപ്ലൈ തീരുമാനിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഡിമാൻഡ് ഫോർ മണി ഈസ് ക്ലോസ്ലി ടൈഡ് ടു എക്കണോമിക് ആക്ടിവിറ്റി. അതായത് പണത്തോടുള്ള ആവശ്യം എന്ന് പറയുന്നത് ഫേംസിനും ഹൗസ് ഹോൾഡ്സിനും പണത്തിനുള്ള ആവശ്യം എക്കണോമിക് ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. എങ്ങനെയാണ്? ഡ്യൂറിങ് പീരീഡ്സ് ഓഫ് എക്കണോമിക് എക്സ്പാൻഷൻ, അതായത് എക്കണോമി വികസിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് നല്ല പുരോഗതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ദ ഡിമാൻഡ് ഫോർ മണി ഇൻക്രീസസ്. ആൾക്കാർക്ക് പണത്തിനുള്ള ആവശ്യം കൂടുന്നു പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന്. ആസ് ബിസിനസ്സസ് ആൻഡ് കൺസ്യൂമേഴ്സ് സീക്ക് മോർ ക്രെഡിറ്റ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ. കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നതിനും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനും ബിസിനസ്സുകളും ആൾക്കാരും കൂടുതൽ പണത്തോട് ഡിമാൻഡ് ചെയ്യുന്നു. അതാണ് എക്കണോമിക് ആക്ടിവിറ്റി ആൻഡ് ഡിമാൻഡ് ഫോർ മണി, ആ ഒരു ബന്ധം വരുന്നത് കേട്ടോ. അപ്പം നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, എക്കണോമി ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ സമയം നേരെ ഒരു റിസഷൻ പീരീഡിലാണെങ്കിലോ, കൺവേഴ്സ്ലി ഡ്യൂറിങ് റിസഷൻസ് ദ ഡിമാൻഡ് ഫോർ മണി ഡിക്രീസ്. അതായത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഫോർ മണി കുറയുകയും ലീഡിങ് ടു എ കോൺട്രാക്ഷൻ ഇൻ ദ മണി സപ്ലൈ. അപ്പോൾ മണി സപ്ലൈ കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് റോൾ ഓഫ് ഫൈനാൻഷ്യൽ ഇന്നൊവേഷനാണ്. പുതിയ ഫൈനാൻഷ്യലായിട്ടുള്ള കണ്ടെത്തലുകൾ. എങ്ങനെയാണ് ഫൈനാൻഷ്യൽ ഇന്നൊവേഷൻസ് ക്യാൻ അഫക്റ്റ് ദ ഡിമാൻഡ് ഫോർ മണി. എന്തിനെ അഫക്റ്റ് ചെയ്യാം? ഡിമാൻഡ് ഫോർ മണിയെ അഫക്റ്റ് ചെയ്യാം. എങ്ങനെയാണ്? ബൈ ചേഞ്ചിങ് ഹൗ ബിസിനസ്സസ് ആൻഡ് കൺസ്യൂമേഴ്സ് മാനേജ് ലിക്വിഡിറ്റി ആൻഡ് ക്രെഡിറ്റ്. അതായത് ബിസിനസ്സുകളും കൺസ്യൂമേഴ്സും ഈ ലിക്വിഡിറ്റിയും ക്രെഡിറ്റും എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇതൊക്കെ ഇവരുടെ ഇതിലുള്ള കാഴ്ചപ്പാടുകൾ മാറ്റം വരുത്തിക്കൊണ്ട് പുതിയ കണ്ടെത്തലുകൾ ഡിമാൻഡ് ഫോർ മണി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇന്നൊവേഷൻസ് ലൈക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ കണ്ടെത്തലുകൾ, ഓൺലൈൻ ബാങ്കിങ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആൾക്കാർക്ക് പെട്ടെന്ന് സാധനം മേടിക്കാനും ആവശ്യത്തിന് പണം എടുക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ വരും. അപ്പോൾ അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? ഡിമാൻഡ് ഫോർ മണി കൂട്ടും. അതായത് പണത്തോടുള്ള ഡിമാൻഡ് അവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ക്യാൻ ആൾട്ടർ ട്രഡീഷണൽ പാറ്റേൺസ് ഓഫ് മണി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പം സാധാരണ ഇതൊക്കെ പുതിയ കണ്ടെത്തലുകളല്ലേ ഇതൊക്കെ. അപ്പം സാധാരണ മുമ്പ് ഉപയോഗിച്ചിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ആ പാറ്റേണിൽ മാറ്റം വന്നുകൊണ്ട് ഈ നമ്മുടെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മണിക്ക് മാറ്റം വരുന്നത്. അതായത് ഇതെല്ലാം ഡിമാൻഡ് ഡിറ്റർമൈൻഡ് വ്യൂ ആണ്. ഇതെല്ലാം ഡിമാൻഡാണ്, പണത്തോടുള്ള ഡിമാൻഡാണ് ഇങ്ങനെ സപ്ലൈ തീരുമാനിക്കുന്നത് എന്നുള്ള വ്യൂവിൽ നമ്മൾ കാണണം. അടുത്ത് നമുക്ക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ ഡിമാൻഡ് ഡിറ്റർമൈൻഡ് വ്യൂ നോക്കാം. അതായത് ഈ വ്യൂ എവിടെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമെന്നുള്ളത്. ഒന്നാമത്തത് മോണിറ്ററി പോളിസിയാണ്. അതായത് അണ്ടർ ദിസ് വ്യൂ ദ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി ഡിപ്പെൻഡ്സ് ഓൺ. അതായത് ഈ മോണിറ്ററി പോളിസി എത്ര എഫക്റ്റീവായി നടപ്പിലാക്കുന്നു എന്നത് ഏതിനെ ആശ്രയിച്ചിരിക്കുന്നു? ഓൺ ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദ ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്. അതായത് ഡിമാൻഡ് ഫോർ ക്രെഡിറ്റിൽ എത്ര ഇമ്പാക്റ്റ് വന്നു, അതായത് മോണിറ്ററി പോളിസി അഡ്ജസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക്, അതായത് പലിശ നിരക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അത് എത്ര ആൾക്കാർ ലോൺ എടുക്കുന്നത് നിർത്തി, എത്ര ആൾക്കാർ പിന്നെയും ലോൺ എടുത്തു, ഈ ഒരു ഇമ്പാക്റ്റ് ഇതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം പോളിസീസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് ക്രെഡിറ്റ് കണ്ടീഷൻസ്. അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ ക്രെഡിറ്റ് കണ്ടീഷൻസിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന പോളിസീസ് ഇല്ലേ, ആർ ക്രൂഷ്യൽ ഫോർ മാനേജിങ് ദ മണി സപ്ലൈ. ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. മണി സപ്ലൈ മാനേജ് ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാത്തിൻ്റെ ആധാരം ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് ആണ്. അതാണ് ആ വ്യൂവിൽ വരുന്നത് കേട്ടോ. അടുത്തത് ഇൻഫ്ലേഷൻ കൺട്രോൾ, അതായത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള ആ ഒരു മെത്തേഡ്. അതായത് സിൻസ് ദ മണി സപ്ലൈ ഈസ് ഡ്രിവൺ ബൈ ഡിമാൻഡ്, മണി സപ്ലൈ ഡിമാൻഡിലൂടെയാണ് തീരുമാനിക്കുന്നത് ആണല്ലോ ഇത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കൺട്രോളിങ് ഇൻഫ്ലേഷൻ ഇൻവോൾവ്സ് മാനേജിങ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്രെഡിറ്റ് ഡിമാൻഡ്. അതായത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യണം? ഇൻഫ്ലുവൻസ് ദ ക്രെഡിറ്റ് ഡിമാൻഡ്, അതായത് ക്രെഡിറ്റ് ഡിമാൻഡിനെ കൺട്രോൾ ചെയ്യണം, ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ. സച്ച് ആസ് അത് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് റേറ്റ്സ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, എക്കണോമിക് ഗ്രോത്ത് ഇതിനെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ക്രെഡിറ്റിനുള്ള ഡിമാൻഡ് കൺട്രോൾ ചെയ്യപ്പെടുകയും അങ്ങനെ മണി സപ്ലൈ തീരുമാനിക്കപ്പെടുകയും ചെയ്യുക. അങ്ങനൊരു ഇംപ്ലിക്കേഷൻ ഇതിനുണ്ട്. അടുത്ത ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അതായത് ദ ബാങ്കിങ് സിസ്റ്റംസ് ഹെൽത്ത് ഈസ് വൈറ്റൽ. അതായത് ഒരു ബാങ്കിൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് നല്ലൊരു സൗണ്ട് ബാങ്കിങ് സിസ്റ്റം എന്ന് വെച്ചാൽ എക്കണോമിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ആസ് ബാങ്ക്സ് ആർ സെൻട്രൽ ടു മണി ക്രിയേഷൻ. അതായത് മണി ക്രിയേഷന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. ഓക്കെ,
ensuring the stability and proper regulation of banks becomes essential for maintaining a stable money supply. അപ്പോൾ ഇതിൻ്റെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ട് റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയിട്ടൊരു മണി സപ്ലൈ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതൊരു മറ്റൊരു ഇംപ്ലിക്കേഷനാണ്. അടുത്ത എക്കണോമിക് ഗ്രോത്ത്. അപ്പം ഈ പോയിന്റ് എന്ന് പറയുന്നത് ദ മണി സപ്ലൈ അഡ്ജസ്റ്റ് ടു സപ്പോർട്ട് എക്കണോമിക് ഗ്രോത്ത്. അതായത് മണി സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് എക്കണോമിക് ഗ്രോത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് സജസ്റ്റിംഗ് എ ഡൈനാമിക് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മണി ഡിമാൻഡ് ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഭയങ്കര ഒരു എക്കണോമിക് ആക്ടിവിറ്റി വളരെ ബൂമായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഡിമാൻഡ് ഫോർ മണി വർദ്ധിക്കുന്നുള്ളത്. ഓക്കെ, പിന്നെ സെൻട്രൽ ബാങ്ക്സ് നീഡ് ടു ബി റെസ്പോൺസീവ് ടു ചേഞ്ചസ് ഇൻ ദ എക്കണോമിക് എൻവയോൺമെൻറ്റ് ടു എൻഷുർ ആഡിക്വേറ്റ് ലിക്വിഡിറ്റി. അപ്പം ഇതിൻ്റെ എല്ലാം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഭാഗം ആരാണ്? സെൻട്രൽ ബാങ്കാണ്. അതായത് ആഡിക്വേറ്റ് ലിക്വിഡിറ്റി, അത് പലിശ നിരക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആഡിക്വേറ്റ് ആയിട്ട് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതായത് ആഡിക്വേറ്റ് എന്നുള്ള വാക്ക് എടുത്തു പറയുകയാണ്. അത് എക്കണോമി സ്റ്റേബിളായിട്ട് നിർത്തുന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകം, ആ ഒരു പങ്ക് വഹിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. ഏതിലൂടെ? പലിശ നിരക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ്, അതായത് ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, നമുക്ക് ഇതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഇൻ സമ്മറി, ദ ഡിമാൻഡ് ഡിറ്റർമൈൻഡ് വ്യൂ എംഫസൈസസ് ദ എൻഡോജനസ് നേച്ചർ ഓഫ് മണി. അതായത് ഡിമാൻഡ് ഡിറ്റർമൈൻഡ് വ്യൂ എംഫസൈസ് ചെയ്യുന്നത് എൻഡോജനസ് ആയിട്ടുള്ള ഒരു മണിയുടെ നേച്ചറാണ്. അതായത് എൻഡോജനസ് ആയിട്ടുള്ള, അതായത് ഉള്ളിൽ നിന്ന്, എക്കണോമിയിൽ നിന്ന് ഡിമാൻഡ് ഡിറൈവ് ചെയ്ത് വരുന്നതാണ് എൻഡോജനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയർ ദ മണി സപ്ലൈ ഈസ് ലാർജ്ലി ഷേപ്ഡ് ബൈ ദ ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് ആൻഡ് ദ ലെൻഡിങ് ആക്ടിവിറ്റീസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇവിടെ മണി സപ്ലൈ ലാർജായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് ആണ്. അത് ഏതിലൂടെ? കൊമേഴ്ഷ്യൽ ബാങ്കിലൂടെ നടക്കുന്ന ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്. ഓക്കെ, ഇപ്പം ദ സെൻട്രൽ ബാങ്ക്സ് റോൾ ഈസ്, ഇവിടെ സെൻട്രൽ ബാങ്കിൻ്റെ റോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഈസ് മോർ അബൌട്ട് അക്കോമഡേറ്റിംഗ് ദിസ് ഡിമാൻഡ്. ഈ ഡിമാൻഡിനെ അക്കോമഡേറ്റ് ചെയ്യുകയാണ് സെൻട്രൽ ബാങ്കിൻ്റെ ജോലി. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുർ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്ത്. എക്കണോമിക് സ്റ്റെബിലിറ്റിയും ഗ്രോത്തും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.